അതിൽ അവർക്കുണ്ടാവുന്ന ജീവിതശൈലി രോഗങ്ങൾ, വേദനകൾ, മനസ്സിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുത്ത് അവർക്ക് ഇപ്പം എന്തൊക്കെ പ്രയാസങ്ങളാണോ ആ പ്രയാസങ്ങൾക്ക് എന്തൊക്കെ തെറാപ്പികളാണ് അവർക്ക് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കത് ചെയ്യാൻ പഠിപ്പിച്ച് അവരെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളും നമുക്ക് ചലഞ്ചസുകളായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. നമ്മൾ ഒരു കൺസൾട്ടേഷനിൽ ഒരാളുകൾക്ക് എന്താണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഒരു ദിവസം കടന്നു പോകേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ ധാരണ അവർക്ക് കൊടുക്കും. ഏതൊക്കെ ഭക്ഷണമാണ് നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെ സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, അതുപോലെ വ്യായാമത്തിന്റെ പ്രാധാന്യം എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട മെഡിറ്റേഷൻ എന്താണ്, മെഡിറ്റേഷൻ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് 3-4 പ്രാവശ്യം അവരുടെ കൂടെ ഇരുന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് ഇപ്പം എന്തൊക്കെ പ്രയാസങ്ങളാണോ ആ പ്രയാസങ്ങൾക്ക് എന്തൊക്കെ തെറാപ്പികളാണ് അവർക്ക് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കത് ചെയ്യാൻ പഠിപ്പിച്ച് അവരെ പ്രാക്ടീസ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്ത് അവരുടെ ലൈഫിൽ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് ആ ഒരു രോഗം മാറ്റുന്ന രീതിയിലുള്ള ഒരു തെറാപ്പിയാണ് സ്മൈൽ തെറാപ്പി എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു സ്മൈൽ ഹീലിംഗ് സെന്റർ നൽകി വരുന്നത്.